ലതാ ശുചി സെറ്റിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു 4 മണി സ്നാക്സുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന കോഴിക്കോടൻ സ്പെഷ്യൽ സ്നാക്സായ പഴം നിറച്ചതാണ് ഇന്ന് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി ആദ്യം ഒന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 5 ഏത്തക്ക എടുത്തിട്ടുണ്ട്. അത് ഒരുവിധം പഴുത്ത ഏത്തക്കയാണ്. അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് തിരിങ്ങിയെടുത്തതാണ്. പിന്നെ ഒരു 100 ഗ്രാം പഞ്ചസാര ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്, ഏലക്ക ചേർത്ത് പൊടിച്ചതാണ്. പിന്നെ ഒരു 100 ഗ്രാം നട്ട്സ്, ഒരു 100 ഗ്രാം കിസ്മിസ്, ഒരു 150 ഗ്രാം മൈദ, പിന്നെ അതിൻ്റെ കൂടെ നെയ്യും വേണം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി നമുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനി ആദ്യം നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണം. തേങ്ങ വറക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തിലോട്ട് ആദ്യം ഒരു നല്ലൊരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്കതിനകത്തിലോട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഇട്ടൊന്ന് ചൂടാക്കാം. ഒരു 100 ഗ്രാം നട്ട്സ് ആയത്. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ ആവശ്യത്തിന് എന്തുമാത്രം വേണോ അത് അനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇവിടെ ഇച്ചിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ ഈ കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് ഈ തേങ്ങയും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം ഈ തേങ്ങ ഒന്ന് ചുമന്ന് കിട്ടണം. അതുവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും നട്ട്സും കിസ്മിസും ഒക്കെ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. തേങ്ങ ഒരു ചെറിയ കളർ വരുന്നിടം വരെ ഒന്ന് മൂപ്പിക്കണം. അതാണ് അതിൻ്റെ പരുവം. അപ്പം നമുക്കിതൊന്ന് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ ഈ തേങ്ങ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനകത്തിലോട്ട് ഞാനൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഒരിച്ചിരി കട്ടിയിൽ ഒന്ന് കലക്കിയെടുക്കാം. നമ്മുടെ ഈ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ എടുക്കണം. ഇനി നമുക്ക് ഈ ഏത്തക്കയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ തേങ്ങ ഇപ്പോൾ ഇവിടെ തണുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടെ ഈ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഏലക്ക ചേർത്ത് പൊടിച്ച് വെച്ചതാണ്. അതുകൂടെ നമുക്ക് ഈ കൂട്ടിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് പഞ്ചസാര പൊടിച്ചു. ഞാനൊരു 100 ഗ്രാം പഞ്ചസാരയാണ് പൊടിച്ചു വെച്ചിരുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിന് അനുസരിച്ച് ചേർത്താൽ മതി. മധുരം കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് ചേർത്താൽ മതി. ഇതിൻ്റെ കൂടെ അവൽ ചേർത്തെടുക്കുന്നവരും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ അവൽ ചേർത്തിട്ടില്ല. അവൽ ചേർക്കാതെടുത്താലും കുഴപ്പമില്ല. വേണമെന്നുണ്ടെങ്കിൽ അവലും ചേർക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് പൊളിച്ചെടുക്കുമല്ല, അതിനകത്ത് ഈ മിക്സ് നമുക്ക് നിറയ്ക്കണം. അതിനി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ കത്തി എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് എൻഡും വിട്ടിട്ട് നടുക്ക് ഭാഗത്തുകൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. അത് 3 സൈഡ് കട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു സൈഡ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തിലോട്ട് ഈ മിക്സ് നിറച്ചു കൊടുക്കണം. മിക്സ് നന്നായിട്ട് അതിനകത്ത് നിറച്ചു കൊടുക്കണം.
ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ നിറച്ച് ഇനി അടുത്ത സൈഡിലൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്തിലോട്ടും ഈ ഫില്ല് നിറച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ പഴത്തിൻ്റെ രണ്ട് സൈഡ് നമ്മൾ നിറച്ച് കഴിഞ്ഞ് ഇനി ഒരു സൈഡും കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡും കൂടെ നിറച്ചു കൊടുക്കണം. നല്ലതുപോലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പം 3 സൈഡും ഞാൻ ഈ പഴത്തിൻ്റെ 3 സൈഡ് ഞാനിപ്പം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതാ, ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്ലേറ്റിലോട്ട് വെക്കാം. ഇപ്പം ബാക്കിയുള്ള പഴങ്ങളും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കാം. ഈ പഴമെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത ബാറ്ററുണ്ട്, ആ ബാറ്റർ എടുത്തിട്ട് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗത്തോട്ട് ഇതൊന്ന് തൂത്ത് കൊടുക്കണം. ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും ഇത് പൊട്ടി എണ്ണയ്ക്കകത്ത് ആകരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുന്നത്. ഇത് 3 സൈഡിലും ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുക്കണം. ഞാനിവിടെ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയ്ക്കകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പഴവും കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ വശവും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഒരു കളർ വരണം, ഗോൾഡൻ കളർ വരണം, അപ്പോഴേ ഇത് പരുവമായി കിട്ടത്തുള്ളൂ. അപ്പോൾ മറ്റേ സൈഡിലൂടെ നമുക്ക് ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. നമ്മുടെ ഈ ഏത്തയ്ക്ക ഇപ്പം പരുവമായിട്ടുണ്ട്, നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതേപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വേണം കോരിയെടുക്കാൻ. ഇത് രണ്ടെണ്ണം ഇപ്പോൾ പരുവായിട്ടുണ്ട്. മറ്റേത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞല്ലേ ഇട്ട്, അതുകൊണ്ട് അതൊരിച്ചിരും കൂടെ കിടക്കണം. ഇനി ബാക്കിയുള്ള പഴങ്ങളും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. നമ്മുടെ പഴം നിറച്ചത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇനിയും ഇത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.